2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തി. ഉക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. ഇന്ത്യ റഷ്യ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം. ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയ പുടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തിയത്. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുകയാണ് പുടിന്റെ സന്ദർശനത്തിലെ പ്രധാന അജണ്ട. 4 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെത്തുന്ന റഷ്യൻ പ്രസിഡന്റിന്റെ വരവിൽ വലിയ പ്രതീക്ഷകളാണ് ഇന്ത്യയ്ക്കുള്ളത്. പ്രതിരോധ മന്ത്രി ആന്ദ്രേ ബെലൂസോവ്, ധനമന്ത്രി ആന്റൺ സിൽവാനോവ്, കൃഷിമന്ത്രി ഒക്സാന ലൂട്ട്, സാമ്പത്തിക വികസന മന്ത്രി മാക്സിം റെഷറ്റ്നിക്കോവ്, ആരോഗ്യമന്ത്രി മിഖായിൽ മുറാഷ്കോ, ആഭ്യന്തരമന്ത്രി വ്ളാഡിമിർ കൊളോക്കോൾഡസേവ്, ഗതാഗത മന്ത്രി റോമൻ നികിറ്റിൻ എന്നിവരും പുടിനൊപ്പമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിലാണ് പുടിന് സ്വകാര്യ അത്താഴവിരുന്നൊരുക്കിയത്. നാളെയാണ് പുടിന്റെ പ്രധാന കാര്യപരിപാടികൾ. രാജ്ഘട്ട് സന്ദർശിച്ച ശേഷം രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നടക്കും. തുടർന്ന് ഹൈദരാബാദ് ഹൌസിൽ വെച്ച് പ്രധാന ഉച്ചകോടി നടക്കും. മോദിയോടൊപ്പം ഉച്ചഭക്ഷണത്തിന് ശേഷം പുടിൻ ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കും. പിന്നീട് രാഷ്ട്രപതി ഭവനിൽ തിരിച്ചെത്തുന്ന അദ്ദേഹത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഔദ്യോഗിക വിരുന്നിൽ സൽക്കരിക്കും. പ്രതിരോധം, സൈനികേതര, ആണവോർജ്ജം, വ്യാപാരം തുടങ്ങിയ രംഗങ്ങളിൽ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ധാരണകൾ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നാണ് സൂചന. കൂടുതൽ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം, സുക്കോയ് 57 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ തുടങ്ങിയവ വാങ്ങുന്നതിനെക്കുറിച്ചും ചർച്ചകളുണ്ടാകും. ഉഭയകക്ഷി വ്യാപാരം ശക്തമാക്കുന്നതിനായി ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയും ചർച്ചയായേക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.